ഇത്തരം സൗമിത്രിയോട് അരുളി ചെയ്തു. പുനരിത്തിരുനേരം ഇരുന്നീടിനോരന്തരം ഗൗതമീതീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരെ സഞ്ചരിച്ചിടുന്നു ഓരോ യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദങ്ങളും നേരം പാദസൗന്ദര്യം കണ്ടുമോകിയാലേ കൗതുകം ഉൾക്കൊണ്ട് രാമാശ്രമമകം പൊക്കാൾ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനോവീരം മനോമോഹനം മായാമയം മാനസഭവ സമം മാധവം മധുകരം ജാനകിയോടും കൂടെ വാണിടുന്നത് കണ്ട് മീനകേതന ബാണപീഠിതയായ ആളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും നിന്ദിരാവരനോട് മന്ദമായി അരുൾ ചെയ്താൻ ആരുടോ ഭവാൻ ചൊല്ലിയിട ആരുടെ പുത്രനെന്നും നേരോടെന്ത് ഇവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കരാദികളെല്ലാം എന്തിത് ധരിച്ചത് താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട് നീയൊന്നോട് പിന്നെ ചോദിക്കുമല്ലോ രാസശേശ്വരനായ രാവണ ഭഗിനി ഞാൻ ആക്കിയ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ കരദൂഷണ കൃഷിരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാൻ ഇരിപ്പത് സദാ നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞീരതും പുനരെന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിധേ സുന്ദരി കെട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം എന്നുടെ ഭായ ഇവൾ ജനകാത്മജാ സീത തന്നേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനടോ എന്നാൽ എന്തൊരു കാര്യം നിനക്ക് മനോഹരേ നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോട് കൂടെ പോന്ന് രമിച്ചു കൊള്ളേണം നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുറ്റിരി പോണ്ട് മാനവീരനവളോടരുൾ ചെയ്തിടിനാൻ ഞാനിക തപോധന വേഷവും ധരിച്ചോരോ കാതനം തോറും നടന്നിടുന്നു സദാകാലം ജാനകിയാകും ഇവൾ എന്നുടെ പത്നിയല്ലോ മനസ്സെ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും സാപത്യോദ്ഭവ ദുഃഖമെത്രയും കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയുമടോ ലക്ഷ്മണൻ ഭ്രാത സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെയാക്കും നീയെല്ലാ കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ സംഘവും നിന്നലേറ്റം വർദ്ധിക്കുമവനെടോ മംഗലശീലനും രൂപത്രയും നിനക്കങ്ങു നീ ചെന്ന് പറഞ്ഞിടുക വൈകിടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവളപേക്ഷിച്ചാൻ രാധാവാകൻ തന്നെ ചൊന്നവളോട് ചിരിച്ചവനും പുര ചെയ്താൻ എന്നോട് പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം മന്നവനായ രാമൻ തന്നുട ദാസൻ ഞാനോ തന്നേ നീ ദാസിയാവാൻ തക്കവളല്ലേയല്ലോ ചെന്നു നീ ചൊല്ലിയിട അഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം എന്നാലന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നത് കേട്ട് രാവണ സഹോദരി പിന്നെയും രഘുകുല നായകനോട് ചൊന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലോ നിനക്ക് എന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാ മന്നവാ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്ന് ഭുജിക്കായി വരും മനാരഥം ഇത്തരം അവടുര ചെയ്തു അതു കേട്ട നേരം ഉത്തരം അരുൾ ചെയ്തു രാഘവൻ തിരുവടി ഒരുത്തനായാലവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണമതിനിവളുണ്ടെനിക്കിപ്പോൾ ഒരുത്തി വേണമവൻ അതിനാലെന്ന് തിരഞ്ഞിരിക്കും നേരം ഇപ്പോൾ നിന്നെയും കണ്ടു കിട്ടി വരുത്തും ദൈവം ഒന്ന് കൊതിച്ചാൻ നിന്നെ വരിച്ചുകൊള്ളൂ അവനില്ല സംശയമേതും തെരിക്കെന്നിക്കാലം കളഞ്ഞിടാതെ ചെല്ലുക കരത്തെ ഗ്രഹിച്ചിടും കടുക്കുന്നവനോ രാഘവവാക്യം കേട്ട് രാവണ സഹോദരി വ്യാകുല ചേതസ്സുടും ലക്ഷ്മണാന്തികെ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തും കുമാരനും എന്നോടിത്തരം പറഞ്ഞിടല്ല വെറുതെ
നിന്നിലേതുമൊരു കാംക്ഷയെന്നധിക നീ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും. പിന്നെയും അത് കേട്ട് രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാൾ ആശയാ പലതരം. കാമവും ആശാഭംഗവും കൊണ്ട് കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ട് രാക്ഷസിയപ്പോൾ മായാരൂപവും ഏർപ്പെട്ടങ്ങനെ ശൈലം പോലെ കായാകാരവും ഘോരദംഷ്ടയും കൈക്കൊണ്ടേറ്റവും കമ്പം ഉൾക്കൊണ്ട സീതാദേവിയോടെടുത്തപ്പോൾ സംഭ്രമത്തോട് രാമൻ തടുത്തു നിർത്തും നേരം ബാലകൻ കണ്ട് ശീഘ്രം കുതിച്ചു ചാടി വന്ന് വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ട് ലോകമൊക്കെ മാറ്റുലിക്കൊണ്ട് നീലപർവ്വതത്തിന്റെ മുകളിൽ ചെന്ന് ചാടി 4-5 വഴി വരും അരുവിയാറ് പോലെ ചോരയും ഒലിപ്പിച്ചു. കാളരാത്രിയെപ്പോലെ ഓരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തന്റെ വരവുണ്ടിനി ഇപ്പോളെന്ന് ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ. ഓം സർവത്ര ഗോവിന്ദ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീരാമായ നമഃ. ഓം ശ്രീരാമായ നമഃ. ഓം നമോ നാരായണായ.